this is Kirtana from Meraki Global Consultancy. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചിട്ടാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചെറിയ കാലയളവിൽ തന്നെ ഒരു മാസീവ് അറ്റൻഷൻ ആണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നേടിയിട്ടുള്ളത്. ഈ കാലയളവിൽ തന്നെ ഒരുപാട് അപ്ലിക്കേഷൻസ് ആണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ അണ്ടറിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരുന്ന റിജക്ഷൻസ്. ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എലിജിബിൾ അല്ലാത്ത പ്രൊഫൈൽസ് സബ്മിറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ എലിജിബിൾ ആണെങ്കിൽ കൂടി പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് റിജക്ഷൻസിന് വരുന്ന മെയിൻ കാരണങ്ങൾ. സോ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമായിട്ട് എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയാം. പിന്നെ അതോടൊപ്പം തന്നെ ജർമ്മൻ ജോബ് സീക്കർ വിസയിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കാർഡിലോട്ട് വരുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ലഭിക്കുന്നതെന്ന് കൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് പറയുമ്പോൾ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ചാൻസൻ കാർഡ് എന്ന് പറയുന്നത് മുമ്പ് ഉണ്ടായിരുന്ന ജർമ്മൻ ജോബ് സീക്കർ വിസ റീപ്ലേസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പുതിയ വിസ ഇനിഷ്യേറ്റീവ് ആണ്. ജർമ്മൻ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് ഒരു 6 month ഡ്യൂറേഷനുള്ള ഒരു വിസയായിരുന്നു. പക്ഷേ ഓപ്പർച്യൂണിറ്റി കാർഡിലോട്ട് വരുമ്പോൾ ഒരു 1 year ഡ്യൂറേഷനുള്ള വിസയാണ് നമുക്ക് ലഭിക്കുന്നത്. ജോബ് സീക്കർ വിസയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 month അവിടെ പോയിട്ട് ഫുൾ ടൈം ജോബ് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഓപ്പർച്യൂണിറ്റി കാർഡിലോട്ട് വരുമ്പോൾ ഈ 1 year ഡ്യൂറേഷനുള്ള വിസ ആണെങ്കിലും നമുക്ക് അവിടെ ഫുൾ ടൈം ജോബ് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 2 weeks ട്രയൽ ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു 1 year ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഈ വിസയിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബ് ഒന്നും ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് തരും. ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. സോ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം 6 points ആണ് വേണ്ടത്. ഈ 6 points നമുക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, പിന്നെ അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, ഏജ്, പിന്നെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് മീറ്റ് ചെയ്യുന്നത്. സോ ഇത് എങ്ങനെയാണ് ഈ പോയിന്റ് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യത്തേത് വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. സോ നമുക്ക് വേണ്ടത് മിനിമം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു 2 years വൊക്കേഷണൽ ട്രെയിനിങ് ആണ് വേണ്ടത്. സോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്ന് പറയുന്നത് ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോട്ടൽ 6 points കിട്ടിയിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പാർഷ്യലി റെക്കഗ്നൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 points ആണ് കിട്ടുന്നത്. സോ ബാക്കിയുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ബാക്കി ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടി വരും. സോ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഏജ് ആണ്. ഏജ് എന്ന് പറയുമ്പോൾ ഒരു 35 years താഴെ ആണ് നിങ്ങളുടെ ഏജ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 points കിട്ടും. അല്ല 35 to 40 years ആണെന്നുണ്ടെങ്കിൽ ഒരു 1 point കിട്ടും. 40 years മേലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഒന്നും ഏജിന് കിട്ടത്തില്ല. അടുത്തതായിട്ട് വരുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 5 yearനുള്ളിൽ നിങ്ങൾക്ക് റിലേറ്റഡ് ഫീൽഡിൽ ഒരു 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 points അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലാസ്റ്റ് 7 yearsനുള്ളിൽ നിങ്ങൾക്കൊരു 5 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 3 points കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആക്ച്വലി ജർമ്മനിയിൽ ഒരു 6 month സ്റ്റേ ചെയ്തിട്ടുണ്ട്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസയിലല്ലാതെ വേറെ ഏതെങ്കിലും വിസയിൽ നിങ്ങൾ ഒരു 6 month സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1 point കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസും ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിൾ ആണ്. നിങ്ങളുടെ കൂടെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു 1 point കിട്ടും. പിന്നെ അതുപോലെ തന്നെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു സ്കിൽഡ് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു പോയിന്റ് കിട്ടും. സോ നമുക്ക് ഈ ടോട്ടൽ 6 points അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാം. സോ നേരത്തെ ഞാൻ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി കാർഡിലെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഇനി അടുത്തത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യൽസ്. സോ ഫിനാൻഷ്യൽസ് നമുക്ക് ആക്ച്വലി ഒരു 3 രീതിയിലൊക്കെ കാണിക്കാൻ പറ്റും ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് എമൗണ്ട് ആയിട്ട് കാണിക്കാം. ഒരു 13 lakhs ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽസ് ആയിട്ട് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് കോൺട്രാക്ട്, അതായത് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവിടുന്ന് ഒരു പാർട്ട് ടൈം ജോബ് കോൺട്രാക്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലോക്ക്ഡ് എമൗണ്ട് ഒഴിവാക്കി ആ ഒരു കോൺട്രാക്ട് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും അവിടെ സ്പോൺസർ ചെയ്യാനുണ്ട്, ഒരു ഒബ്ലിഗേഷൻ ലെറ്റർ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ലാസ്റ്റ് ഒരു 6 month സ്റ്റേറ്റ്മെന്റിൽ ഒരു റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം, പിന്നെ അതുപോലെ തന്നെ ഈ എമൗണ്ട് ലൈക്ക് ലിവിങ് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽസ് കാണിക്കാം. സോ നിങ്ങൾ ജർമ്മനിയിൽ ഒരു ലാബർ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് വർക്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ആക്ച്വലി ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. ജർമ്മനിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബ് കണ്ടുപിടിച്ച് സെറ്റിൽ ആവാനുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് തന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഡോക്യുമെന്റേഷൻ വർക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പോയിന്റ്സ് എങ്ങനെ മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ പോയിന്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിലോ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഒരു 1 time ഫ്രീ കൺസൾട്ടേഷനും പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ അസിസ്റ്റൻസും നമ്മൾ കൊടുക്കുന്നതായിരിക്കും.
സോ ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകും.